الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെറിയ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് പിന്തുടരുന്നവരാകണം. അല്ലാഹുവിന്റെ ചെറിയ അനുസരിച്ച് ജീവിച്ച് അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചെറിയ അനുസരിച്ച് ജീവിക്കുമ്പോൾ, അത് പിന്തുടർന്ന് ജീവിക്കുമ്പോൾ മാത്രമേ നമുക്ക് രക്ഷ നേടാൻ കഴിയുകയുള്ളൂ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നത് കാണാം, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്തുടരണമെന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ കൽപ്പിക്കുന്നുണ്ട്. എന്നാൽ അല്ലാഹുവിനെ നമുക്ക് സ്നേഹിക്കാൻ കഴിയും. അതുകൊണ്ട് നമ്മുടെ പിന്തുടർച്ച എന്നുള്ളത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ധാരാളം സഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത ശൈലി അതേപോലെ പിന്തുടർന്ന് ജീവിച്ച സഹാബാക്കൾ ഉണ്ടായിരുന്നു. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെറിയ പിന്തുടർന്ന് മുത്തബിഉസ് സുന്ന എന്നറിയപ്പെട്ട മഹാനാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. കാന യത്തബിഉ മവാദിഅ മശാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണോ ജീവിച്ച് കാണിച്ചത് അതേപോലെ പിന്തുടർന്ന മഹാനാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്ന വഴിയിലൂടെ മഹാനവറുകൾ നടക്കും. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ച സ്ഥലങ്ങളിലെല്ലാം മഹാനവറുകൾ നിസ്കരിക്കും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെറിയ പിന്തുടർന്നിൽ അതിയായ താല്പര്യം പ്രകടിപ്പിച്ച ആളായിരുന്നു ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു തആല പറയുന്നത് കാണാം, ഖാല അസ്സുന്നത്തു സഫീനത്തു നൂഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യ എന്നുള്ളത് അത് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പൽ പോലെയാണ്. ആ കപ്പലിൽ ആരെങ്കിലും കയറിയാൽ നജാ, അവൻ രക്ഷപ്പെട്ടു എന്ന് ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു തആല പറയുന്നു. അതിൽ നിന്ന് എതിര് കാണിച്ചാൽ ആ കപ്പലിൽ അവൻ മുങ്ങി മരിച്ചു എന്ന് ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹിന്റെ ജീവിതം അതുപോലെ ആയിരിക്കണം നമ്മുടെ ജീവിതം. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെറിയ ധാരാളമുണ്ട്. അത് എത്ര പ്രഭാഷണം നടത്തിയാലും നമുക്ക് പറഞ്ഞു തീർക്കാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെറിയ. അല്ലാഹുവിന്റെ പ്രവാചകൻ എങ്ങനെയാണോ കിടന്നുറങ്ങിയത്, ഉറങ്ങുന്ന സമയത്ത് ഏത് ഭാഗത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെരിഞ്ഞു കിടന്നത്, ഉറങ്ങുന്നതിന് മുമ്പ് എന്തെല്ലാമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിരുന്നത്, പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ എങ്ങനെയാണ് എഴുന്നേറ്റത്, വുളൂ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്തത്, ഇതിലെല്ലാം ധാരാളം വിവരിച്ച് പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ ഓരോന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചെറിയ നമുക്ക് വിശദമായി പഠിക്കാം. അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട മഹാന്മാർ, പണ്ഡിതന്മാർ
ധാരാളം കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെറിയ പിന്തുടർന്നതിനെ കുറിച്ച് ഹദീസുകളിലും അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം സ്ഥലങ്ങളിൽ വിവരിക്കുന്നുണ്ട്. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹു. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്നതിനെ നിങ്ങൾ സ്വീകരിക്കുക. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചത് എന്തൊക്കെയാണോ അതെല്ലാം ജീവിതത്തിൽ വെടിഞ്ഞു നിൽക്കുക. ഇതാണ് പ്രവാചകൻ ചെറിയ സുന്നത്ത് എന്നുള്ളത്. അതേപോലെ തന്നെ ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിങ്ങൾക്ക് ഉത്തമമായ ഒരു മാതൃകയുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് മഹാനായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്, എന്റെ ചെറിയ ആരെങ്കിലും എന്റെ സുന്നത്തിനെ നിങ്ങൾ പിന്തുടരുകയാണെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു. എന്റെ സുന്നത്തിനോട് നിങ്ങൾ വിമുഖത കാണിച്ചവൻ ലൈസ മിന്നാ, എന്നിൽ പെട്ടവനല്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. റസൂലുള്ളാഹിന്റെ സുന്നത്ത് അനുസരിച്ച് നടക്കാത്തവൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ പെട്ടവനല്ല എന്നാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, എനിക്ക് ശേഷം എന്റെ സുന്നത്തിനെയും സച്ചരിതരായ മഹാന്മാരായ പണ്ഡിതന്മാർ, സന്മാർഗികളായ മഹത്തുക്കളായ ആളുകൾ, ഖലീഫമാരുടെ ചര്യയെയും നിങ്ങൾ മുറുകെ പിടിക്കുക എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, രണ്ട് കാര്യങ്ങൾ ഞാൻ ഇവിടെ വിട്ടേച്ചു പോവുകയാണ്. തറത്തു ഫീകും അംറൈൻ, രണ്ട് കാര്യങ്ങൾ ഞാൻ ഇവിടെ വിട്ടേച്ചു പോകുന്നു. ഏതൊക്കെയാണ്? ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്, അല്ലാഹുവിന്റെ ഗ്രന്ഥവും അതുപോലെ തന്നെ എന്റെ സുന്നത്തുമാണ് ഞാൻ ഇവിടെ വിട്ടേച്ചു പോകുന്നത്. അത് നിങ്ങൾ മുറുകെ പിടിക്കണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചെറിയ പിന്തുടരാൻ വേണ്ടി ധാരാളം മഹത്തുക്കളായ ആളുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത ശൈലി പിന്തുടരാത്തവൻ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവിച്ചതുപോലെ ജീവിച്ച് കാണിക്കാത്തവൻ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്ത് എടുക്കാത്ത ആൾ, അത്തരക്കാരൻ എത്ര വലിയ കറാമത്തുള്ള ആളാണെങ്കിലും, ആകാശലോകത്ത് പറന്നു കളിക്കുന്ന ആളാണെങ്കിലും, അതല്ല ഹബീബിന്റെ ചെറിയൊന്നും ജീവിതത്തിലില്ല, അവൻ സമുദ്രത്തിലൂടെ നടന്നു പോകുന്ന ആളാണെങ്കിലും ശ്രദ്ധിക്കണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു തആല പറയുകയാണ്, ഒരാൾ ആകാശത്തിലൂടെ പറക്കുന്ന അത്ഭുത സിദ്ധി, അതായത് കറാമത്ത് കാണിച്ചാലും അയാൾ അല്ലാഹുവിന്റെ കൽപ്പനകളും അല്ലാഹു സുബ്ഹാനഹു വ തആല വിരോധിച്ച വിരോധനകളെയും എത്രത്തോളം പാലിക്കുന്നെന്ന് നോക്കാതെ നിങ്ങൾ വഞ്ചകരാകരുത് എന്ന് ബഹുമാനപ്പെട്ട അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു തആല പറയുകയുണ്ടായി. അതുകൊണ്ട് സുന്നത്ത് അംഗീകരിക്കാത്തതിന്റെ തുലാസാണ് ഏതൊരു കർമ്മവും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കണമെങ്കിൽ അത് സുന്നത്തിന് അനുസൃതമായിരിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഭാഗം ഒന്ന് തുപ്പുകയാണെങ്കിൽ പോലും അല്ലാഹുവിന്റെ ഹബീബ് ഏത് ഭാഗത്തേക്കാണ് തുപ്പിയത് അത് ഓർമ്മ തരണം. നാം ഭക്ഷണം കഴിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് പ്ലേറ്റിൽ നിന്ന് ഏത് ഭാഗത്തിൽ നിന്നാണ് ആദ്യം ബിസ്മി ചൊല്ലണം. കുടിക്കുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് മാതൃക കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തസവ്വുഫും സുന്നത്തും, സുന്നത്തിനെ പിന്തുടരാതെ ഒരാൾക്ക് യഥാർത്ഥ സൂഫിയാകാൻ പോലും കഴിയുകയില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചര്യയാണ്, ഒരു സുന്നത്താണ് അത്താഴം കഴിക്കുക എന്നുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുഗ്രഹിച്ച ഭക്ഷണങ്ങളിൽപ്പെട്ടതാണ് അത്താഴം എന്നുള്ളത്. ലോകം മുഴുവനും ആ പാതിരാത്രിയിൽ സുഖനിദ്രയിൽ ആണ്ട് കഴിയുമ്പോൾ
അല്ലാഹുവിന്റെ ആ കാരുണ്യം ഭൂമി ലോകത്തേക്ക് ഇറങ്ങുന്ന ഒരു സമയമാണ് പരിശുദ്ധമായ അത്താഴ സമയം എന്നുള്ളത്. തസഹറു ഫഇന്ന ഫിസ്സുഹൂരി ബറക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അത്താഴം കഴിക്കണേ, തീർച്ചയായും അതിൽ ബറക്കത്തുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു മുറുക്ക് വെള്ളം കൊണ്ടാണെങ്കിൽ നിങ്ങൾ അത്താഴം കഴിക്കണം, അതല്ല ഒരു ഈത്തപ്പഴം കൊണ്ടാണെങ്കിൽ നിങ്ങൾ അത്താഴം കഴിക്കണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇന്ന് പലരും എന്നെ അത്താഴം കഴിക്കാൻ വിളിക്കേണ്ട, അത്താഴമില്ലാതെ ഞാൻ നോമ്പ് നോൽക്കാം എന്ന് പലരും പറയുന്നുണ്ട്. ഇതൊക്കെ അത്താഴം കഴിക്കാതെ നോമ്പെടുത്ത കൂട്ടരൊക്കെ പഴയ കാലങ്ങളിൽ മറ്റുള്ള വിഭാഗങ്ങളായിരുന്നു എന്ന ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ആ ഹബീബിന്റെ സുന്നത്ത് എന്നുള്ളത് അത്താഴം കഴിച്ചുകൊണ്ട് അത് നല്ലൊരു സമയമാണ്. മാത്രമല്ല, അത്താഴം കഴിക്കുന്നവരെ കുറിച്ച് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്, ഇന്നല്ലാഹ വ മലായികതുഹു അലൽ മുസഹ്ഹിരീൻ. അത്താഴം കഴിക്കുന്ന ആൾക്ക് വേണ്ടി അവന്റെ മലക്കുകൾ പ്രാർത്ഥിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതൊക്കെ ആരൊക്കെയാണ്? അവർക്ക് വേണ്ടി നാളെ പാതിരാത്രി എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ച് അത്താഴം കഴിക്കുന്നവർ, അവർക്ക് വേണ്ടി അവന്റെ മാലാഖന്മാർ അല്ലാഹുവേ പുറത്തു കൊടുക്കണേ എന്ന്, മഗ്ഫിറത്ത് ചെയ്യണേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ അത്താഴം കഴിക്കലോടുകൂടെ നേരത്തെ എഴുന്നേൽക്കാനും തഹജ്ജുദ് നമസ്കരിക്കാനും അതോടൊപ്പം സുബ്ഹ് നമസ്കരിക്കാനുള്ള ഒരു അവസരം നമുക്ക് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധ റമദാനിനെ മാനിക്കേണ്ട പ്രകാരം മാനിക്കണം. വിശുദ്ധ റമദാനിൽ അത്താഴം കഴിച്ച് നോമ്പനുസരിച്ച് പകൽ സമയത്ത് മുസ്ലിമീങ്ങളാകുന്ന നമ്മുടെ ജീവിതത്തിൽ മുസ്ലിമായാലും നോമ്പുള്ളവരും ഇല്ലാത്തവരും പലപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ചിലപ്പോൾ യാത്രയിലൊക്കെ ഇടമുണ്ടെങ്കിലും മറ്റുള്ള ജനങ്ങൾക്കിടയിൽ കുടിപാനീയങ്ങൾ കുടിക്കുകയോ അതേപോലെ തന്നെ പരിശുദ്ധമായ റമദാനിനെ അവഹേളിക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പഴയ പാരമ്പര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞു, ബനൂ ഇസ്രായേലിൽപ്പെട്ട ഒരു മനുഷ്യൻ തന്റെ മകൻ വിശുദ്ധമായ റമദാനിൽ അങ്ങാടിയിൽ വെച്ച് ഭക്ഷണം കഴിക്കുകയും മുസ്ലിമീങ്ങളെ കുറിച്ച് പറയുമ്പോൾ ആ മനുഷ്യൻ തന്റെ മകനെ ശകാരിക്കുകയും ദേഷ്യപ്പെടുകയും ചെയ്യുകയും പിന്നീട് അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ ശാശ്വത തീരത്തിലേക്ക് കടന്നു വന്ന് അദ്ദേഹം സ്വർഗ്ഗത്തിൽ ഉല്ലസിക്കുന്നതായി കണ്ടു എന്ന് ബനൂ ഇസ്രായേലിൽപ്പെട്ട ഒരു ചരിത്രം ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിരുന്നു. അപ്പൊ ഹൈന്ദവരും മറ്റുള്ള മതക്കാരും പോലും പരിശുദ്ധമായ റമദാനിനെ ആദരിക്കും, ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ നാം വിശുദ്ധ റമദാനിൽ ഒരിക്കലും മറ്റുള്ള ആളുകൾക്ക് നമ്മുടെ സ്ഥാപനങ്ങളെ തുറന്നുകൊണ്ട് ഭക്ഷണം കൊടുക്കാൻ പാടില്ല. അത് അനാദരവാണ്, അത് എതിർക്കപ്പെടേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരയിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിൽ പെട്ടതല്ല. അതൊക്കെ ആദരിക്കേണ്ട മാസം ആദരിക്കുമ്പോൾ, ബഹുമാനിക്കേണ്ട മാസം ബഹുമാനിക്കുമ്പോൾ അത് നമ്മുടെ തഖ്വയിൽപ്പെട്ടതാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു ആദരിക്കാനും ബഹുമാനിച്ചതിനെ ബഹുമാനിക്കാനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമ്മുടെ നമസ്കാരങ്ങൾ, നമ്മുടെ തറാവീഹ്, നമ്മുടെ ക്ലാസുകൾ, അതുപോലെ തന്നെ നമ്മുടെ ഇബാദത്തുകൾ, സ്വതക്കുകളെല്ലാം നീ കബൂലാക്കണ റഹ്മാനെ. നമ്മുടെ നോമ്പുകൾ നീ സ്വീകരിക്കണ റഹ്മാനെ. വല്ല പാകപ്പിഴവുകൾ വന്നുപോയിട്ടെങ്കിൽ പരിഹരിച്ചുകൊണ്ട് നീ കബൂലാക്കണ അല്ലാഹ്. വിശുദ്ധ റമദാൻ ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണ അല്ലാഹ്. പരലോകത്തെ രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണ അല്ലാഹ്. വസിയത്ത് ചെയ്ത മുഴുവൻ ആളുകളുടെയും സദുദ്ദേശങ്ങൾ നീ ഹാസിലാക്കി തരണ റഹ്മാനെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാൻ തൗഫീഖ് നൽകണ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.